മിനിറ്റ് ആവോ സാർ? ഒരു മിനിറ്റ്. ആ കാർത്തിയനമ്മയില്ലേ? ചിട്ടി കമ്പനിയാണോ? ഒരു ചിട്ടി കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചനയുണ്ട്. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരാം. കാർത്തിയനമ്മയില്ലേ? എനിക്ക് ആളെ മനസ്സിലായില്ലല്ലോ. നീ കാർത്തിയനമ്മയുടെ മോനാണോ? അത് നിങ്ങൾ ആരെന്നൂടാ? ഇറക്ക അമ്മ വിളിയടാ. ചൂടാവാതെ പറഞ്ഞില്ലല്ലോ. എടാ ചെറുക്ക, ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാ. നീ ഒന്ന് ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കർ വന്നിട്ടുണ്ടെന്ന് പറ. ഓ ഓ ഞങ്ങള് വീട് ഒഴിയില്ല. കൂടുതലൊന്നും പറയാനില്ല. വീട് ഒഴിയാൻ പറ്റില്ല. ഞാൻ ഹൗസ് ഓണറാണ്. ഒരു കത്തയച്ചിരുന്ന് കിട്ടിക്കാണല്ലോ. ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കർ. പണിക്കര് കൂടുതലൊന്നും എന്നോട് പറയരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വീട് ഒഴിയാൻ പറ്റില്ല. ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം തന്നത്? 9 കൊല്ലക്കാലമായി ഇത്രയും വലിയൊരു വീട് ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ സംബന്ധിച്ച ഒരു ഹൗസ് ഓണറുടെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ചങ്കൂറ്റമുണ്ടായി? പൈപ്പ് ലൈൻ നന്നാക്കാനും ടാങ്ക് കെട്ടി തരാനും 100 വട്ടം കത്തയച്ചപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാത്ത ഹൗസ് ഓണറല്ലേ നിങ്ങള്? അത് ശരി. അണിയറയിൽ വേറെ കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവിടെ നട്ടലുള്ള ആണുങ്ങളുണ്ട്. വിളി, ഞാൻ അവരോട് സംസാരിക്കാം. നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും ഒഴിയേണ്ടി വരില്ലെന്നും പറഞ്ഞ ഞങ്ങൾക്ക് വീട് തന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ തന്നെയാണ് ഹൗസ് ഓണർ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ശരി. ഗോപാലകൃഷ്ണ പണിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ? ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഞാൻ ഫാമിലി താമസത്തിന് വരികയാണ്. ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ, അപ്പൊ മാറാം. അപ്പൊ വരുന്നോ? കത്ത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത്. വാതില് തുറന്നൊരു വാല് ചെറുക്കനുണ്ടല്ലോ, അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെ പറ്റി ഏകദേശം ₹1 എനിക്ക് പിടികിട്ടി. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. മര്യാദയെങ്കിൽ പണിക്കൊരു മര്യാദ, പെശക പണിക്കൊരു മഹാപെശകം. ചുമ്മാതല്ലോ, മാസാമാസം വാടക കൊടുത്തിട്ടാ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. എടാ വാടക, നിങ്ങളുടെ 1 മാസത്തെ വാടക ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ മീൻ വാങ്ങിക്കാൻ തികയത്തില്ല. വാടക വേഷം കെട്ട് എന്റെ അടുത്ത് കാണിക്കരുത്. നിങ്ങളാണ് പുറത്ത് മതവെച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ വന്നേ? ഇന്നോ അതോ നാളെ ഇപ്പൊ പറയണം. നമ്മൾ ഹൗസ് ഓണറാന്ന് തോന്നുന്നുണ്ട്. എന്താ നിങ്ങളുടെ പേര്? കൃഷ്ണൻ പണിക്കരോ? അല്ല, ഗോപാലകൃഷ്ണ പണിക്കർ. ആ പണിക്കരെ വാടക കൂട്ടി കിട്ടാനുള്ള അടവാണല്ലത്. ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്ന് വരട്ടുക. താൻ ആരാടോ? ഇതെന്റെ വീടാ. അതെ, ഞങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുക. കാർത്തിയാനിയമ്മയും മക്കളും ഇവിടെ തന്നെ താമസിക്കും. എന്റെ വീട്ടിലൊരു തീരുമാനം എടുക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. 9 കൊല്ലായിട്ട് എത്ര കൊല്ലാലും ശരി, ഞാൻ ഇവരെ ഇവിടെ നടക്കും. ഭീഷണിപ്പെടുത്തെടുക്കാൻ ശ്രമിച്ച പണിക്കര് വീട് അറിയും. താൻ എന്നെ എന്തോ ചെയ്യും? വിഴുങ്ങോ? ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ടിനെ പറ്റി തനിക്ക് വല്ല പിടിയുണ്ടോ? ഒരു സൂട്ട് അങ്ങോട്ട് ഫയൽ ചെയ്താലേ പോലീസ് വന്ന് ഇറക്കും. സെക്ഷൻ 11 3ാമത്തെ ഉപവകുപ്പ് പ്രകാരം ഹൗസ് ഓണർക്ക് താമസിക്കാനാണെങ്കിൽ വാടകക്കാരൻ എത്രയും പെട്ടെന്ന് ഒഴിയണം. അതുകൊണ്ട് ആരും കേസിനും വയ്യാവേലിക്കും പോയിട്ട് ഒരു കാര്യമില്ല. ആളൊരുപാട് വടിയാക്കരുത്. കുറെ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതോടോ അത്ര ചെറുതായി താനോ പോടോ. ഇവിടെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഞാൻ അവസാനമായിട്ട് പറയാണ്, വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. നിങ്ങളിപ്പോ കുറെ നിയമം പ്രസംഗിച്ചല്ലോ ഇവിടെ. വിവരമുള്ള വക്കീൽമാരെ നമ്മളൊന്ന് കാണട്ടാണ്, എന്നിട്ട് തീരുമാനിക്കാം. തന്നെ പോലെ വിവരം കെട്ട അയൽപ്പക്കക്കാര് കാരണം ഇവര് കഷ്ടത്തിലാവും. മര്യാദയ്ക്ക് സംസാരിക്കാം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും, എല്ലാത്തിനും കയറ്റും. ആഹാ ഓടോ. ഞാൻ ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറിയല്ലേ? ഭയങ്കര വൃത്തികേടായി പോയി. കുട്ടിയുടെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? തീരെയില്ല. എന്റെ അമ്മയെ പോലെ സ്ത്രീയല്ലേ അവര്. ഇത് കുറച്ച് മുറുക്കാനാ അമ്മയ്ക്ക് കൊടുക്കാൻ. അമ്മ മുറുക്ക് തുടങ്ങിയിട്ടില്ല. ഇല്ലേ? കുട്ടി എവിടെ പോവാ? കേസ് കൊടുത്തോ? അയ്യേ, കേസോ? ഞാനോ? നിങ്ങളുടെ പേരിലോ? കണക്കായി പോയി. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ അമ്മ അകത്തില്ലേ? എന്തിനാ? വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ. വേണ്ട, ഇന്നലത്തെ നിങ്ങളുടെ സംസാരം തന്നെ അമ്മ ആയുഷ്കാലം മുഴുവനും ഓർമ്മിക്കും. കുട്ടിക്ക് എന്നോടുള്ള പിണക്കം തീർന്നില്ലല്ലേ? അതിന് നമ്മൾ തമ്മിൽ ഇണങ്ങിയിട്ടില്ലല്ലോ. ആ, അനിയത്തിയായിരിക്കും. എനിക്ക് ഓഫീസിൽ പോണം.
വെക്കുള്ളൂ. ഞാൻ അമ്മയായിട്ട് വല്ല തമാശയൊക്കെ പറഞ്ഞിരിക്കാം. ആളുകളെ ഉപദ്രവിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാനാണ്, അമ്മയല്ല. എന്താ ഉമ്മർക്ക് ഇയാള് പിന്നെ ശല്യപ്പെടുത്താൻ തന്നെ പുറപ്പാട്. എനിക്ക് പോണം. ഉമ്മർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഓള് ധൈര്യമായിട്ട് പോവാ. എന്താണ് എനിക്കത്? എന്താ? അതെന്നാണ് ഞാൻ ചോദിക്കുന്നത്, എന്താന്ന്? ആ ഈ ഫയലുകളെല്ലാം കൂടി ഡെസ്പാച്ച് ചെയ്ത് കൊടുത്തേക്കാം. ശരി. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ ഈ ഫയൽ ഉണ്ടല്ലോ. നോ ദാറ്റ്. വാട്ട് യു വാണ്ട്? ഞാൻ ആ കുട്ടിയുടെ ഹൗസ് ഓർഡറാ. ഞങ്ങൾക്കൊരു പ്രോബ്ലം സംസാരിക്കാനുണ്ട്. ഓഫീസ് സമയത്ത് ആരെയും കാണാൻ പറ്റില്ല. ഓഫീസ് ടൈമിൽ പറ്റും. ഞാൻ ഹൈക്കോടതി വരെ സോറി ഓഫീസ് ടൈമിൽ ആളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താ എന്താ ഒരു കാര്യം സംസാരിക്കണം. ആഹാ ദേ നിങ്ങളെ അന്വേഷിച്ചേ രാവിലെ പോലെ ഞാൻ നടക്കാം. ഞാൻ ഒരു ജലപാനം പോലും കഴിച്ചിട്ടില്ല. എന്നെ വെയിലത്തടുത്തിട്ട് എന്റെ ചക്കരക്കുട്ടി ഫാൻ എഴുതി സൂഹിക്കുക. എന്നിട്ട് അയാളെ പറ്റി പുറത്താക്കി സാറേ. മിസ്റ്റർ എന്താ പുറത്തു പോകണം. ഞാൻ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസിനെ പറ്റി സംസാരിക്കാൻ പഠിക്കാൻ അങ്ങനെ വെളിയിലൂടാന്ന് വിചാരിക്കണ്ട. ആളെ കുട്ടി പഠിക്കുന്ന ഇറക്കി വിടാൻ നോക്കാം. ഈ ഗോവഷ് കണക്കിന് അങ്ങനെ ആരും ഒന്നും തോന്നിട്ടില്ല. ഞാൻ നിന്നെ എന്റെ ബാഗ് ഞാൻ ഇത് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ പോകുന്നു. ഞാൻ വീണ്ടും പൂർവ്വധി ശക്തിയോടെ തിരിച്ചു വരും. പോയിക്കോ. ആഹാ ഹൗസ് ഓണറിന് നിങ്ങളോടല്ല, ഒരു ഹൗസ് ഓണറിന് അയാളുടെ വാടകക്കാരോട് സംസാരിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങളോടും പോത്തിനോടും വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളാണ് ഗൃഹനാഥ എന്നല്ലേ പറഞ്ഞത്? വാളെടുത്ത് ഒന്നൊന്നും വെളിച്ചപ്പാടാവില്ല. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും മര്യാദയുടെ ഒരു അംശം തൊട്ട് തീണ്ടിട്ടില്ല. പക്ഷേ ഇത് ബസ് സ്റ്റോപ്പാണ്. അറിയാം. മറ്റുള്ളവർ കേൾക്കുന്നുണ്ടല്ലോ, വിഷമമായിരിക്കും. കേൾക്കട്ടെ. ഒരു ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് അറിയാവുന്ന ചിലരെങ്കിലും ഈ കൂട്ടത്തിൽ കാണുമല്ലോ. ഇവിടെ പോകുന്നു പൗഡറും പൂശി പൊട്ടുമൊക്കെ തൊട്ട് വലിയ ഉദ്യോഗസ്ഥ ചമഞ്ഞ നടക്കാം. ഞാൻ നിങ്ങളെ പറഞ്ഞു വിടില്ല. സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കാമെന്ന് കരുതി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പം നിങ്ങൾ എന്നെ അവമാനിച്ചു. മിസ്റ്റർ എന്താ മിസ്റ്റർ? റോഡിൽ വെച്ച് സ്ത്രീകളോട് ബഹളം വയ്ക്കുന്നത് ശരിയല്ല. ബഹളം വയ്ക്കുന്നത് ശരിയല്ലേ? ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റി ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. എന്നാ പിന്നെ താൻ ഇവരെ എന്റെ വീട്ടിൽ ഇറക്കി വിട്ടാ ഇനി സഹിക്കാൻ പറ്റില്ല. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്താ നോക്കി പേടിപ്പിക്കാണോ? അതെ ഓഫീസിൽ പോകുന്ന പിന്നായിട്ട് എനിക്ക് തീരുമാനം അറിയണം. ആ കൊച്ചിനെ ഇറങ്ങിട്ടെ വണ്ടിയല്ലേ ആ കൊച്ചിൽ. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. ഇവിടെ സോഷ്യലിസം വരും. കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിധിച്ചിട്ടില്ല. ഇവിടുത്തെ ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് ഹൗസ് ഓണർമാരെ തുറയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. എല്ലാം കളഞ്ഞുപോയാ? കളഞ്ഞുപോയെങ്കിൽ ഞാൻ നോക്കി എടുത്തോളാം. സാറിന്റെ സഹായം വേണ്ട. കളഞ്ഞുപോയി. സോറി. ഇവിടെ നിൽക്കുക. ഞാനൊരു എഴുതാപാതയാ. എന്നെ മാനം കെടുത്തി തോൽപ്പിക്കാന്നുള്ള ആശ മനസ്സിൽ വെച്ചേക്കും. ഇനി എന്ത് വന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് തറവാട്ട് വക സ്വത്ത് കിട്ടിയ എന്റെ വീട്. എന്റെ അച്ഛൻ ആർത്തി ഓഫീസിൽ ക്ലർക്കായിരുന്ന സമയത്ത് എന്ത് കുന്തായാലും ശരി. താനല്ലേ പറഞ്ഞത് കേസ് കൊടുക്കുന്നു? എനിക്ക് കേസ് കൊടുക്കാൻ മനസ്സില്ല. എല്ലാത്തിനും ഞാൻ കണ്ടക്ടറിന്റെ വിലക്കാരനാ. ബസ്സിനകത്താണോ ഗുസ്തി? താൻ പോണോ? ഒരു ഹൗസ് ഓണറിന്റെ പ്രോഗ്രാം ബഹളം ഉണ്ടാക്കുന്നത്. ഇയാളെന്നെ ഉപദ്രവിക്കുന്നു. ആഹാ കണ്ടക്ടർ വണ്ടി എടുത്ത് ജലവിലാതി പിടിച്ച് പുറത്താക്ക്. നിന്റെ മറ്റൊരാളോ? എന്നെ അടിക്കരുത്. ഞാൻ അടിക്കും. രാജേന്ദ്ര റാസ്കൽ നട റോഡിലാണോടാ തല്ലുമകളും? എടാ ഞാൻ കേരള ജീപ്പില്. നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. എടാ നമ്മൾ SME സ്കൂളിൽ ഒന്നിച്ചാ ഇറങ്ങി വരണം.
സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. നടു റോഡ് കിടന്ന് തല്ലുണ്ടാക്കിയതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? 10 കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ പരിചയഭാവം പോലും കാണിക്കാത്തതിനേക്കാളും വലിയ ശിക്ഷയുണ്ടോ? പരിചയഭാവം കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ലോ നിന്നെ ഞാൻ കണ്ടത്. പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്റെ കൈയിന്റെ ചൂട് നീ അറിഞ്ഞേനെ. പിന്നെ ഇപ്പൊ തല്ലടാ അല്ലേ? വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടപ്പം നീ എന്നെ റാസ്കൽ എന്ന് വിളിച്ചതിനേക്കാളും വലിയ ചൂടൊന്നുമില്ലല്ലോ നിന്റെ തല്ലിന്. ഗോപാലകൃഷ്ണ, ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. എന്നുവെച്ചാൽ മനുഷ്യത്വം ഇല്ലാത്തവനെന്ന് അർത്ഥമുണ്ടോ? ഉണ്ട്. എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ്. ഈ കാക്കിക്കുപ്പായത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ടടാ. വൈരിക്ക് വേണ്ട, ഞാൻ പോവാ. വീണ്ടും നീ എന്നെ റാസ്കൽ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പോവാ. ഇരിക്കാൻ പറഞ്ഞത് SI അല്ല, നിന്റെ പഴയ സതീർത്ഥൻ രാജേന്ദ്രനാണ്. ഒരാളെ തന്നെ 2 ആളായി കാണാനുള്ള വിദ്യയൊന്നും എനിക്ക് വശമില്ല. വൈരിക്ക് ഇരിക്കാൻ. കോട്ടപ്പള്ളി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. നഗരത്തെ കിടുകിടാ വിറപ്പിച്ചിരുന്ന ഒരു ഗുണ്ട, ഘനഗംഭീരൻ, അഭ്യാസി, ഇവിടുത്തെ പണച്ചാക്കുകളുടെ കൊടാലിക്കൈ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടതോഴൻ. ചാർജ് എടുത്തതിന്റെ 3-ാം ദിവസം ഐതിഹാസികമായ ഒരു സംഘടനത്തിലൂടെ ഞാനവനെ തറപറ്റിച്ചു. എലിമെന്ററി സ്കൂളിൽ മൂക്കിൾ ഒലിപ്പിച്ച് നടന്നിരുന്ന ആ പഴയ എല്ലുന്ത്യ രാജേന്ദ്രനിൽ നിന്നും ഈ നിൽക്കുന്ന SI രാജേന്ദ്രനിലേക്കുള്ള പ്രയാണം സംഭവബഹുലമായിരുന്നു. എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാനിന്ന്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല.